നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. കുറെ കാലം ഒളിവിൽ, പിന്നെ ജാമ്യം നേടി പൊതുജന മധ്യത്തിൽ. ആദ്യ 2 കേസിലും ജാമ്യം കിട്ടി സുരക്ഷിതനെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മൂന്നാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുചെവിയും അറിയാതെ പോലീസ് തന്ത്രപരമായി കുടുക്കിയത്. പാതിരാത്രിയിൽ അറസ്റ്റിലായ രാഹുൽ ജയിലിലുമായി. മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയിൽ വിശ്വസ്തരെ മാത്രം നിയോഗിച്ച് നാടകീയമായി രഹസ്യ നീക്കത്തിലൂടെ രാഹുലിനെ കുരുക്കേണ്ടത് പോലീസിനും അഭിമാന പ്രശ്നമായിരുന്നു. അതിവേഗം ഉദിച്ചുയർന്ന നേതാവിന്റെ ഭാവി ഇനി എന്ത്? സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മൂന്നാം ബലാത്സംഗ പരാതിയിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ. ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനി. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നും റിമാൻഡ് റിപ്പോർട്ട്. അറസ്റ്റ് നീക്കം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. രാഹുലിന് പിന്തുണയും സംരക്ഷണവും ഒരുക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. MLA സ്ഥാനം രാജിവെക്കണമെന്ന് K. സുരേന്ദ്രൻ. അയോഗ്യത പ്രമേയം വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്ന് VD സതീശൻ. രാഹുലിനെതിരെ പ്രതിഷേധിച്ച് DYFIയും യുവമോർച്ചയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠർ രാജീവര് ആശുപത്രി വിട്ടു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ പരിഗണിക്കും. തന്ത്രിയും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച SIT അന്വേഷണം. തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല. കേരളത്തിൽ BJP മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ LDFനും UDFനും കഴിയില്ലെന്നും വിമർശനം. BJP പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷാ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികൾ വേണമെന്ന് അമിത്ഷായുടെ നിർദ്ദേശം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20-നുള്ളിൽ. ഭക്തിസാന്ദ്രമായ എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പേട്ടതുള്ളി. മകരവിളക്കൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. സന്നിധാനത്ത് കർശന നിയന്ത്രണം. മകരവിളക്ക് ദിവസം ദർശനം 35,000 പേർക്കും മാത്രം. അമേരിക്ക ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ്. പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്ന് ട്രംപിന്റെ അന്ത്യശാസനം. രാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ US എന്ന് ഇറാൻ. ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സിറിയയിൽ USന്റെ വ്യോമാക്രമണം. കുട്ടനാട്ടിൽ കാർഷിക മേഖലയെ തകർത്ത് തോട്ടപ്പള്ളി സ്പിൽവേ. തകരാറിലായ ഷട്ടറുകൾക്കിടയിലൂടെ ഉപ്പുവെള്ളം കയറുന്നു. കുട്ടനാട് നെൽകൃഷി പ്രതിസന്ധിയിൽ. ഭരണാനുമതി ലഭിച്ചിട്ടും സ്പിൽവേ ഷട്ടറുകളുടെ നവീകരണ പദ്ധതി എങ്ങുമെത്തിയില്ല. കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ കർഷകർ. വഡോദര ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. 93 റൺസുമായി വിരാട് കോഹ്ലി ടോപ്പ് സ്കോറർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം 28,000 റൺസ് പിന്നിടുന്ന താരമെന്ന നേട്ടത്തിൽ കോഹ്ലി. ഇടുക്കി പീരുമേട് തോട്ടം മേഖല വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളാകുന്നു. ആന, കാട്ടുപോത്ത്, കടുവ, പുലി തുടങ്ങിയവയുടെ പതിവ് സാന്നിധ്യം. കാടുമൂടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ നിന്നും തുരത്താനാകാതെ വനപാലകർ. സ്റ്റോറി ഓഫ് ദ ഡേ. വെളിച്ച വിപ്ലവത്തിന്റെ വഴിയിലെ ജോൺസൺ.
സമഗ്രമായ വാർത്തകൾ നോക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അഴിക്കുള്ളിൽ. ഇന്നലെ നടന്ന നിർണായക നീക്കത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഹോട്ടലിൽ എത്തുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് പത്തനംതിട്ടയിലേക്ക് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നു. മൂന്നാമത് ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചില്ല. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പത്തനംതിട്ട സ്വദേശിയും വിദേശ മലയാളിയുമായ യുവതി ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാത്രി 12:30 പാലക്കാട് നിന്നും രഹസ്യ നീക്കത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പാലക്കാട് SP G പൂങ്കടലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. കേസിന്റെ ഭാഗമായി രാഹുലിന്റെ രക്തസാമ്പിളുകളടക്കം ശേഖരിച്ചു. ആശുപത്രിയിൽ എത്തിച്ച രാഹുലിനെതിരെ വിവിധ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഉച്ചയോടെയാണ് പത്തനംതിട്ട ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയത്. പീഡന പരാതിയിൽ ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി IPC 376, 506 വകുപ്പുകളാണ് രാഹുലിന് മേൽ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ജാമ്യ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. Why should a person be arrested if he is available for interrogation? ഒളിവിൽ പോയെന്ന് ആരാ പറഞ്ഞേ? When a person files an anticipatory bail application before the High Court, what does it mean? It means you are subjecting yourself to the custody of the court. ആണോ അല്ലേ? Then how can you say that അയാൾ ഒളിവിൽ പോയെന്ന്? ഞാൻ കോടതിയിലൊരു എന്നെ കള്ള പരാതിയുടെ പേരിൽ എന്നെ പോലീസ് പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കോടതി പറയുന്ന ഏത് നിർദ്ദേശത്തിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ ആം അബ്സ്കോണ്ടിങ്? ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ ജനുവരി 21 വരെ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് രാഹുലിനെതിരെ മൂന്നാം പരാതി ലഭിച്ചത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാഹുലിനെ യുവതി പരിചയപ്പെടുന്നത് 2023 സെപ്റ്റംബറിലാണ്. ഇതിനിടെ പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സാമ്പത്തികപരമായ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചാറ്റിൽ ഉള്ളത്. സംഭാഷണം നടക്കുന്നത് 2024 ഡിസംബർ 20-നാണ്. 3 ബെഡ്റൂം ഫ്ളാറ്റ് വേണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം. ഫ്ളാറ്റ് വാങ്ങാൻ 1.14 കോടി ചിലവഴിക്കണമെന്നാണ് രാഹുൽ പറഞ്ഞതെന്ന് യുവതിയുടെ മൊഴിയും പുറത്തുവന്നു. ഇപ്പോൾ പുറത്തുവന്ന ചാറ്റുകളിലൂടെ മനസ്സിലാകുന്നത് ലൈംഗിക ചൂഷണം മാത്രമല്ല, സാമ്പത്തിക ചൂഷണം നടന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് പൂട്ട് വീണത് അർദ്ധരാത്രിയിലാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രിയിൽ നടന്ന ഓപ്പറേഷൻ. മുറിക്ക് പുറത്ത് പോലീസ് എത്തുന്നതുവരെ രാഹുലിന് ഒരു സൂചന പോലും ലഭിച്ചില്ല. രാത്രി 12:30 പാലക്കാട് KPM റീജൻസിൽ നിന്നും രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതീവ രഹസ്യമായും നാടകീയവുമായാണ്. രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ റിമാൻഡിലാകുന്നത്. ആദ്യത്തെ കേസിൽ നോട്ട് ടു അറസ്റ്റും രണ്ടാമത്തെ കേസിൽ ജാമ്യവും നേരത്തെ കോടതി അനുവദിച്ചിരുന്നു. ഒടുവിൽ മൂന്നാമത്തെ കേസിൽ രാഹുൽ അഴിക്കുള്ളിൽ. റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘം രാഹുലിനെ പാതിരാത്രിയിൽ കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തുള്ള യുവതിയുടെ പരാതി ഇമെയിൽ വഴിയാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. പിന്നീട് വീഡിയോ കോൾ വഴി യുവതിയുടെ മൊഴിയെടുത്തു. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. രാഹുൽ പുറത്തു നിൽക്കുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും സന്ദേശത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസ് മുന്നോട്ടു പോയത്. ലോക്കൽ പോലീസിലേക്ക് ഒരു വിവരവും എത്തിയിരുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘത്തലവ
AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുൻപിൽ രാഹുൽ പതറുന്ന കാഴ്ചയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ കണ്ടത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയുമാണ് രാഹുൽ മറുപടി നൽകിയത്. ബലാത്സംഗത്തിനും ശാരീരിക മാനസിക പീഡനത്തിനും പുറമെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കലടക്കം ഞെട്ടിക്കുന്നതും സമാന സ്വഭാവത്തിലുള്ളതുമാണ് കുറ്റങ്ങൾ. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ഫോൺ ലോക്കടക്കം മാറ്റാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നു. രാഹുൽ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും തിരുവല്ലയിലെ ഹോട്ടലിൽ വിളിച്ചുവരുത്തിയായിരുന്നു പീഡനമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ആഡംബര ഹോട്ടലിൽ റൂമിലേക്ക് കയറ്റിയതിനു പിന്നാലെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട്ടെ ഫ്ളാറ്റ് രാഹുൽ ഒഴിഞ്ഞതോടെ KPM ഹോട്ടലിലാണ് മാങ്കൂട്ടത്തിൽ താമസിച്ചു വന്നിരുന്നത്. KPM ഹോട്ടലിലെ മുറി പോലീസ് നിരീക്ഷണത്തിലാണുള്ളത്. രാഹുലിനെതിരെ പഴുതടച്ച നീക്കമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പുതിയ കേസ് മുന്നോട്ടു പോകുമ്പോൾ മൊഴി നൽകാൻ യുവതി വിദേശത്തു നിന്നും ഉടനെത്തുമെന്നാണ് സൂചന. വിവാഹിതയായ 31 വയസ്സുകാരിയായ പരാതിക്കാരി വിദേശത്താണ് താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുലിന്റെ ഭാവി എന്താകും? മാങ്കൂട്ടത്തലിന്റെ MLA സ്ഥാനം തുലാസിലാണ്. അയോഗ്യനാക്കാനുള്ള നിയമോപദേശം തേടാനൊരുങ്ങുകയാണ് സ്പീക്കർ. 20-ന് നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ 2 ബലാത്സംഗ കേസുകൾ വന്നപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അത് സ്വയം തീരുമാനിക്കേണ്ടതാണെന്ന വാദമാണ് കോൺഗ്രസ് നിരത്തിയത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ കാര്യത്തിൽ നിയമ നടപടികൾ സർക്കാർ തീരുമാനിക്കട്ടെ എന്ന വിശദീകരണം ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ 3-ാം തവണത്തെ ബലാത്സംഗ കേസ് വന്നതോടെ തുടർച്ചയായി പീഡന കേസുകൾ വന്ന് അറസ്റ്റിലാകുന്ന കേരളത്തിലെ ആദ്യത്തെ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. ഇനിയും MLA പദവിയിൽ തുടരണമോ എന്ന ധാർമ്മിക വിഷയമാണ് രാഹുൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അയോഗ്യനാക്കാനുള്ള നിയമസാധ്യതകൾ സ്പീക്കർ തേടുകയാണ്. ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രൊവിജൻ എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. നിയമോപദേശം കിട്ടിയാൽ എത്തിക്സ് കമ്മിറ്റിക്ക് വിടും. അയോഗ്യനാക്കണമെന്ന ശുപാർശ എത്തിക്സ് കമ്മിറ്റി നൽകിയാൽ സ്പീക്കർക്ക് നടപടി സ്വീകരിക്കാം. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അയോഗ്യനാക്കാൻ നിയമസഭയ്ക്കുള്ള അധികാരം എത്രത്തോളം എന്ന ചോദ്യവും ഉയരുകയാണ്. കേരളത്തിൽ ഇത് ആദ്യമാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ സമാന സ്ഥിതികളിൽ നിയമ പോരാട്ടം ഏറെക്കാലം നീണ്ടുനിന്ന ചരിത്രവുമുണ്ട്. 20-ന് ഈ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഷയത്തിലെ ചില പ്രതികരണങ്ങൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണെന്നും അതിനാൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് അധികാരമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭയിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ പ്രമേയം വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. രാഹുലിനെതിരെ ഉയർന്ന പരാതി ഗുരുതരമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. 3-ാമത്തെ പരാതി കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ ഉദാഹരണമാണ്. രാഹുലിനെ അയോഗ്യനാക്കുമോ എന്ന ചോദ്യത്തിന് നിയമപരമായ പരിശോധന നടക്കട്ടെ. പാർട്ടി അക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. എന്നാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് സർക്കാരിന് വേറെ വഴിയില്ലാത്തതുകൊണ്ടെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാഹുലിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ല എന്നതിന്റെ തെളിവാണിതെന്നും K സുരേന്ദ്രനും പറഞ്ഞു. പ്രതികരണങ്ങൾ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലേക്ക് എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? നിങ്ങൾക്കറിയാലോ. ഇതിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രേസ് ചെയ്ത അല്ലെങ്കിൽ ചേസ് ചെയ്ത പോലീസുകാർ തന്നെ അത് മുഴുവൻ വിവരങ്ങളും ചോർത്തി കൊടുത്തിട്ടുണ്ടായി. വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. സർക്കാർ നിർബന്ധിതമായതാണ്. ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയല്ലേ, ജനങ്ങൾ കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഇതിനിപ്പം 3-ാമത്തേലേ, ഇനി 18 വരാൻ സാധ്യതയുണ്ടല്ലോ എല്ലാം കൂടി. അപ്പോൾ ഇത് 3 ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ
വിഷയത്തിൽ പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഉചിതമായ നടപടി പാർട്ടി സ്വീകരിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സംരക്ഷണ കവചം ഒരുക്കിയെന്നും രാജി ആവശ്യപ്പെട്ടില്ല എന്നും LDFും കുറ്റപ്പെടുത്തി. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി എന്തു ചെയ്യുന്നുവെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തുവെന്നും രാഹുലിന്റേത് ഇപ്പോൾ വ്യക്തിപരമായ വിഷയം മാത്രം എന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയപ്പെടുന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇതുവരെ കർശന നടപടി സ്വീകരിക്കാത്തത് എന്ന് മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിഷയത്തിൽ കോൺഗ്രസിന് രണ്ട് നിലപാടാണെന്നും രാഹുലിന് കോൺഗ്രസ് പരോക്ഷമായി പിന്തുണ നൽകുന്നു എന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു. MLA സ്ഥാനത്തിന്റെ അയോഗ്യത സംബന്ധിച്ച് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ കോൺഗ്രസ് രണ്ട് നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് സംരക്ഷണ കവചമൊരുക്കിയെന്നും കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഇപ്പോൾ പ്രകടമായത് എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. രാഹുലിന്റെ ഇപ്പോഴത്തെ അറസ്റ്റ് പരാതിയുമായി മുന്നോട്ട് വരാൻ സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന നടപടി എന്നായിരുന്നു കോൺഗ്രസ് സഹയാത്രികയും പ്രസാധകയുമായ MA ഷഹനാസിന്റെ പ്രതികരണം. നാണമുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ഷഹനാസ് ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാഹുലിന്റെ അറസ്റ്റിലൂടെ ഇരകൾക്ക് ആദ്യ നീതി ലഭിച്ചുവെന്നും അറസ്റ്റിൽ സന്തോഷമെന്നും എഴുത്തുകാരി ഹണി ഭാസ്കറും പ്രതികരിച്ചു. സർക്കാർ അത്ര കർക്കശമായിട്ട് തന്നെ അയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ ഇരയ്ക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയിട്ട് നിയമ സംവിധാനങ്ങൾ മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നന്ദി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതിക്കാരി ദൈവത്തിന് നന്ദി എന്നാണ് FB പോസ്റ്റ്. തെറ്റായ ഒരു വ്യക്തിയെ വിശ്വസിച്ചതിനും തെറ്റായ ഒരാളെ തന്റെ കുഞ്ഞിന്റെ അച്ഛനാക്കാൻ തിരഞ്ഞെടുത്തതിനും ആ കുഞ്ഞ് തന്നോട് ക്ഷമിക്കട്ടെ എന്നാണ് പോസ്റ്റ്. ഗർഭിണിയാകാൻ നിർബന്ധിക്കുമ്പോൾ ആ കുഞ്ഞിന് അന്ന് കുഞ്ഞാറ്റ എന്ന പേര് രാഹുൽ നൽകിയിരുന്നു. ആ പേര് വിളിച്ചുകൊണ്ട് നിന്നെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രി കണ്ഠർ രാജീവരുടെ ആരോഗ്യനില തൃപ്തികരം. മെഡിക്കൽ കോളേജിൽ ICUവിലേക്ക് മാറ്റിയ തന്ത്രിയെ 24 മണിക്കൂർ നീണ്ട നിരീക്ഷണത്തിലൊടുവിലാണ് ഡിസ്ചാർജ് ചെയ്തത്. തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് തന്ത്രിയുടെ ECG അടക്കമുള്ളവ പരിശോധിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അറിയാനുള്ള ഡ്രോപ്പ് ടെസ്റ്റും നടത്തി. ഫലം വന്നപ്പോൾ ഡ്രോപ്പ് ടെസ്റ്റിൽ ഡോക്ടർമാർ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്താനായാണ് തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. 24 മണിക്കൂർ നേരത്തെ നിരീക്ഷണം പൂർത്തിയാക്കി തന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്ത്രിയെ മാറ്റുന്നത്. തന്ത്രിക്കായി ഉടൻ SIT കസ്റ്റഡി അപേക്ഷ നൽകും. സാമ്പത്തിക ഇടപാടുകളിലൂന്നിയായിരിക്കും SITയുടെ അന്വേഷണം. ചൊവ്വാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. EDയും പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ പങ്കെന്ത് അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം. തന്ത്രി കണ്ഠർ രാജീവരുടെ വീട്ടിൽ നിന്നും മതിയായ രേഖകൾ കണ്ടെത്താനാകാതെ SIT 8 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തത് തന്ത്രിയുടെ ബാങ്ക് രേഖകളും സ്വകാര്യ ഡയറികളും മാത്രമാണ്. അതേസമയം തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപ്പാളികൾ കടത്തിയ കേസിലും SIT പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടതുവഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT പറയുന്നത്. ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിയൊരുക്കിയത് തന്ത്രിയാണെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ.
ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു, ആചാര ലംഘനത്തിന് മൗനാനുവാദം നൽകി, ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നിങ്ങനെയുള്ള വകുപ്പുകൾ റിമാൻഡ് റിപ്പോർട്ടിലും ഉൾപ്പെടുത്തി. ഇത് സാധൂകരിക്കാനുള്ള തെളിവുകൾ തേടിയാണ് തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം പരിശോധനയ്ക്കായി എത്തിയത്. ശനിയാഴ്ച 2:50 തന്ത്രിയുടെ വീട്ടിലെത്തിയ സംഘം രാത്രി ഏറെ വൈകിയാണ് പരിശോധന അവസാനിപ്പിച്ചത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുണ്ടോ എന്നതായിരുന്നു പ്രധാനമായും സംഘം പരിശോധിച്ചത്. ഇതിനായി വീട്ടിലുണ്ടായിരുന്ന അകന്ന ബന്ധുക്കളെയും പ്രത്യേക അന്വേഷണ സംഘം പുറത്താക്കി. എന്നാൽ തന്ത്രിയുടെ ഭാര്യയുടെയും അഭിഭാഷകയായ മരുമകളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. അതിനിടെ പ്രാദേശിക സ്വർണ്ണപ്പണിക്കാരനെയും പരിശോധനയിൽ സഹായിക്കാനായി എത്തിച്ചു. സ്വർണത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിരുന്നു ഇത്. എന്നാൽ 8 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ കേസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. ഒടുവിൽ തന്ത്രിയുടെ ബാങ്ക് രേഖകളും സ്വകാര്യ ഡയറികളും മാത്രം കസ്റ്റഡിയിലെടുത്തായിരുന്നു SITയുടെ മടക്കം. അതിനാൽ തന്നെ കേസിൽ 13-ാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നടത്തിയ കണ്ടെത്തലുകൾ നിലനിൽക്കണമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനി കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും. അമൃത ന്യൂസ്, ആലപ്പുഴ. തന്ത്രിയായാലും മന്ത്രിയായാലും നിയമത്തിന്റെ മുൻപിൽ ഒരുപോലെയാണെന്ന മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നത്. ശബരിമലയിൽ തന്ത്രി നടത്തിയത് അമ്പലക്കൊള്ളയാണ്. അതിനെ ആരും ന്യായീകരിക്കേണ്ടതില്ലെന്നും തന്ത്രിമാരെ തൊട്ടപ്പോൾ BJPക്ക് കൊണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കോടതിയുടെ പരിപൂർണമായ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തന്ത്രിയായിരുന്നാലും മന്ത്രിയായിരുന്നാലും ആരായിരുന്നാലും നിയമത്തിന്റെ മുന്നിലും കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് BJP. കേരളത്തിൽ BJP പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് കോർപ്പറേഷനിൽ BJP മേയർ വന്നെങ്കിൽ നാളെ കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ LDFനും UDFനും കഴിയില്ല. കേരളത്തിലെ വിശ്വാസികളെ സംരക്ഷിക്കാനായില്ലെങ്കിൽ പിണറായി വിജയന് ഇറങ്ങിപ്പോകാൻ സമയമായി എന്നും വിമർശനം. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ LDFന്റെയും UDFന്റെയും കസേരകളി അവസാനിപ്പിച്ച് BJP അധികാരത്തിൽ വരണമെന്നും അമിത്ഷാ ആഹ്വാനം ചെയ്തു. NDAയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷാ BJP മുഖ്യമന്ത്രി കേരളത്തിൽ വരികയാണ് പ്രധാന ലക്ഷ്യമെന്ന് ആഹ്വാനം ചെയ്തു. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ LDFന്റെയും UDFന്റെയും കസേരകളി അവസാനിപ്പിച്ച് BJP അധികാരത്തിലെത്തണം. ശബരിമല തന്നെയാണ് NDA പ്രധാന പ്രചാരണ വിഷയമാക്കുന്നതെന്ന് അമിത്ഷായുടെ ഓരോ വാക്കുകളിലും വ്യക്തമായിരുന്നു. 2 മന്ത്രിമാർ ജനമനസ്സുകളിൽ കുറ്റവാളികളാണെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതും ഓർമ്മിപ്പിച്ചു. ശബരിമലയിൽ നിഷ്പക്ഷ അന്വേഷണം നടന്നില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. मैं आज मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും വോട്ട് ബാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് LDFും UDFും പ്രവർത്തിക്കുന്നതെന്ന് അമിത്ഷാ ആരോപിച്ചു. തടിയിൽ തീർത്ത അയ്യപ്പ വിഗ്രഹം BJP സംസ്ഥാന നേതൃത്വം അമിത്ഷായ്ക്ക് സമ്മാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി നിർണായക ചർച്ചകൾ വേഗത്തിലാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം. വൈകിട്ട് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം 20-നുള്ളിൽ ഉണ്ടാകും. A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കും. ജയസാധ്യതയുള്ള മറ്റു മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു. NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാനാണ് അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. BDJസുമായുള്ള ഉഭയകക്ഷി ചർച്ച വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് BJP അടുത്ത ദിവസങ്ങളിൽ തന്നെ കടക്കും. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് S. രാജേന്ദ്രനെ തള്ളിപ്പറയാതെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. CPMന് ഉത്കണ്ഠയില്ല. BJPയിലേക്ക് പോകുമെന്നോ CPM വിടുമെന്നോ രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ചർച്ച നടത്തിയതുകൊണ്ട് BJPയിലേക്ക് പോകുമെന്നല്ല അർത്ഥം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടതെന്നാണ് രാജേന്ദ്രൻ തന്നോട് പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും CV വർഗീസ് ഇടുക്കിയിൽ പറഞ്ഞു. BJPയിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു CPM MLA തന്നെ BJPയിലേക്ക് പോവാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ BJP സംസ്ഥാനക്കാരുമായി കണ്ടു, സംസാരിച്ചു.
അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു എന്ന അർത്ഥത്തിലേക്ക് രാജ്യം തന്നെ അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ നിലപാട് പറയട്ടെ. രാജ്യത്തിനോട് ചോദിച്ചു, അവിടെ വ്യക്തവിചാരം കണ്ട് നിങ്ങളുടെ വാർത്ത കണ്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അവിടെ വ്യക്തമായി രാജ്യത്തിന് പറഞ്ഞുകൊണ്ട് രാജ്യം ചന്ദ്രശേഖരുമായിട്ട് സംസാരിച്ചു. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappa. മകരവിളക്കിന് 3 ദിവസം ശേഷിക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. അവധി ദിനമായിട്ടും സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടില്ല. 61,000 താഴെ ഭക്തരാണ് 10 മണിവരെ ദർശനം നടത്തിയത്. നാളെ ഭക്തർ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. എരുമേലി പേട്ട സംഘങ്ങളും അടുത്ത ദിവസം സന്നിധാനത്തെത്തും. മകരവിളക്ക് തൊഴാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തമ്പടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ മകരവിളക്ക് ദിനമായ 14-ന് ആകെ 35,000 ഭക്തർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും രജിത് കുമാർ ചേർന്നു. രജിത്ത്, ഇനി 3 ദിവസം മാത്രമാണ് മകരവിളക്കിന് ഉള്ളത് എന്നുള്ളതാണ്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? ഒപ്പം ഭക്തരുടെ ഒരു തിരക്കിന് കുറവുണ്ടായിരുന്നു. അവധി ദിവസമായിരുന്നല്ലോ. ഒടുവിലത്തെ കണക്ക് എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. മകരവിളക്ക് വരെ എല്ലാ ദിവസവും 1 ലക്ഷത്തോളം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ. ജനുവരി 1 മുതൽ 8 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് 100% പൂർത്തിയായി. മകരവിളക്ക് ദിനമായ മാത്രമാണ് ഇതുവരെ ശബരിമലയിൽ 18-ാം പടിഞ്ഞെട്ടിയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. കൂടുതൽ അയ്യപ്പ ഭക്തർ കഴിഞ്ഞ 2 ദിവസം എത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ കണക്ക് 71,000-ഓളം അയ്യപ്പ ഭക്തരാണ് കഴിഞ്ഞ 11 മണി വരെ, ഇന്നലെ 11 മണി വരെ ദർശനം നടത്തിയത്. എന്നാൽ ഇന്ന് 10 മണിക്കത്തെ കണക്ക് ഇപ്പോൾ ഏകദേശം 62,000-ഓളം അയ്യപ്പ ഭക്തർ മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അയ്യപ്പ ഭക്തർ തുടർച്ചയായി ഇപ്പോൾ 18-ാം പടി ചവിട്ടി നേരെ നടക്ക് മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ ഈ നടന്നു പോകുന്ന അയ്യപ്പ ഭക്തർ നേരെ സന്നിധാനത്ത് ഇപ്പോൾ നടക്ക് മുന്നിലേക്കാണ് എത്തുന്നത്. കാരണം അത്ര കണ്ട് തിരക്ക് ഇന്നിപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നാണ്. രാവിലെ മുതൽ തന്നെ ഇതുതന്നെയായിരുന്നു ശബരിമലയിൽ സന്നിധാനത്തെ ഒരവസ്ഥയുണ്ടായിരുന്നത്. അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനമാണ് ഇന്ന് സാധ്യമായത്. കാരണം ഇന്ന് എരുമേലിയിൽ പേട്ടതുള്ളൽ സംഘം, അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളലുണ്ടായിരുന്നു. ഭക്തിനിർഭരമായ പേട്ടതുള്ളലിന് ശേഷം ആ സംഘം ഉൾപ്പെടെ അടുത്ത ദിവസമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പം കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇന്ന് വളരെ കുറവ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിൽ ഏറ്റവും കുറവ് അയ്യപ്പ ഭക്തർ എത്തിയത് ഈ കഴിഞ്ഞ 2 ദിവസമാണ് എന്ന് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇന്നലെ 71,000 അയ്യപ്പ ഭക്തരാണെങ്കിൽ ഇന്നും ഏകദേശം അത്ര കണ്ട അയ്യപ്പ ഭക്തർ മാത്രമായിരിക്കാം ശബരിമലയിലേക്ക് ദർശനത്തിന് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലൂടെ മാത്രമാണ്, 3 ദിവസമാണ് ഇനി മകരവിളക്കിനുള്ളത്. മകരവിളക്കിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ തിരക്കിൻ്റേതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിലേക്ക് എത്തിയ അയ്യപ്പ ഭക്തർ ഇപ്പോഴും ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ, സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവർ ഇനി മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും സന്നിധാനത്ത് നിന്നും മടങ്ങുക. ഇപ്പോൾ നമ്മൾ കാണുന്ന അയ്യപ്പ ഭക്തരിൽ കൂടുതൽ പേരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തർ അത്രയും തന്നെ അവർ മകരവിളക്കിന് ശേഷം മാത്രമേ ഇനി സന്നിധാനം വിട്ടു പോവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സന്നിധാനത്തേക്ക് മകരവിളക്ക് ദിവസം എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും കുറവാണ്. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനെത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിലൂടെ 5,000 ഉണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് തന്നെ പമ്പയിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിങ്ങിന് അവസരമുള്ളത്. ആകെ 35,000-ഓളം അയ്യപ്പ ഭക്തർക്ക് മാത്രമാണ് ഈ മകരവിളക്ക് ദിനത്തിൽ സന്നിധാനത്തെത്തി ദർശനം നടത്താനുള്ള അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ എണ്ണം വളരെ കുറവ് മാത്രമായിരിക്കും. പക്ഷേ സന്നിധാനത്ത് ദർശനത്തിന് 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ എത്തും എന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും ഉള്ളത്. അത് സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള ഇവാക്വേഷൻ നടപടികളാണ് മകരവിളക്കിന് ശേഷം പോലീസ് കണക്കാക്കി തയ്യാറാക്കിയിരിക്കുന്നത്. അശ്വതി. ശരി, വിവരങ്ങളാണ് സന്നിധാനത്തു നിന്നും രജിത്ത് നൽകിയത്. ആചാരപ്പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെയും പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷവും നടന്നു. ആയിരങ്ങളാണ് പേട്ടതുള്ളലിന് സാക്ഷ്യം വഹിച്ചത്.
12 മണിയോടെ അമ്പലപ്പുഴ സംഘം എരുമേലി കൊച്ചമ്പലത്തിലെത്തി. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നതോടെ തിടമ്പുകൾ പൂജിച്ച് ഗജവീരന്മാരുടെ പുറത്തേറ്റി വാദ്യമേളങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ പേട്ടത്തുള്ളൽ ആരംഭിച്ചു. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ 250 പേരാണ് അമ്പലപ്പുഴ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നൈനാർ പള്ളിയിൽ എത്തിയ അമ്പലപ്പുഴ പേട്ട സംഘത്തെ മഹല്ല് മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. തുടർന്ന് പള്ളി ചുറ്റി നേർച്ച സമർപ്പിച്ച ശേഷം വാവരുടെ പ്രതിനിധി TH ആസാദ് താഴത്തുവീട്ടിലിനൊപ്പം വലിയമ്പലത്തിലേക്ക് നീങ്ങി. വാദ്യമേളങ്ങളുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് ആയിരങ്ങൾ പേട്ടത്തുള്ളലിൽ പങ്കാളികളായി. ഉച്ചകഴിഞ്ഞ് 3:30 ആകാശത്ത് വെള്ളിനക്ഷത്രം ഉദിച്ചപ്പോഴാണ് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപാർ മേനോന്റെ നേതൃത്വത്തിലുള്ള ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയെന്ന സങ്കല്പത്തിൽ നൈനാർ പള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങിയത്. വെള്ളവസ്ത്രധാരികളായി ഭസ്മം അണിഞ്ഞായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. കൊച്ചമ്പലത്തിൽ പേട്ടതുള്ളൽ സമാപിച്ചതിനെ തുടർന്ന് ആലങ്ങാട് സംഘത്തിന്റെ ഗോളക ചാർത്തി ദീപാരാധനയും നടന്നു. നാടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും സമഭാവനയുടെയും ഭക്തിവിശ്വാസങ്ങളുടെയും നേർക്കാഴ്ചയായി അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ. അമൃത ന്യൂസ്, കോട്ടയം. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ദർശിക്കാൻ പന്തളത്തേക്ക് ഭക്തജനപ്രവാഹം. ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ ദർശനത്തിന് വെച്ചിരിക്കുന്ന തിരുവാഭരണം കണ്ടുതൊഴാനും അന്നദാനത്തിൽ പങ്കുകൊള്ളാനും ഭക്തരുടെ വലിയ തിരക്കാണ്. 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുക. മണികണ്ഠസ്വാമിയുടെ മണ്ണിലേക്ക് തിരുവാഭരണ ദർശനത്തിനായി ഭക്തജന പ്രവാഹമാണ്. മണ്ഡലകാലത്തുണ്ടായ ഭക്തജന തിരക്ക് അതേ രീതിയിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്തും തുടരുന്നു. ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനം നടത്തി സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ. ഘോഷയാത്രാ ദിവസമായ 12-ന് പുലർച്ചെ 5:30 മുതൽ 12 വരെ ക്ഷേത്ര ശ്രീകോവിലിന് മുൻവശത്താണ് ആഭരണങ്ങൾ തുറന്നു വയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. കൊട്ടാരം നിർവാഹക സംഘം ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദർശനത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊട്ടാരം തന്നെ ഇത്തവണ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഇവിടെ പാലത്തിനക്കരെയുള്ള കൈപ്പുഴ ശ്രീവത്സം ഗ്രൗണ്ടിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരെ കൂടാതെ മറ്റ് അയ്യപ്പ ഭക്തരും ധാരാളമായി എത്തുന്നുണ്ട്. വർഷത്തിൽ 3 തവണ മാത്രമാണ് തിരുവാഭരണ ദർശനം സാധ്യമാകുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും അയ്യപ്പസ്വാമിയുടെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് തിരുവാഭരണം കണ്ടുതൊഴാൻ ഭക്തർക്ക് സൗകര്യം ലഭിക്കുക. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ അമേരിക്കയ്ക്ക് ഭീഷണിയുമായി ഇറാൻ. തങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം US ഇടപെടാനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ്. ഇറാനിൽ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. രാജ്യത്തെ പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ US ആണെന്നാണ് ഇറാന്റെ നിലപാട്. സമീപകാലത്തെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇറാനിൽ ഇപ്പോൾ സർക്കാരിനെതിരെ സംഭവിക്കുന്നത്. പ്രക്ഷോഭത്തിൽ ഇതുവരെ 21 പോലീസുകാർ അടക്കം 72 പേർ കൊല്ലപ്പെട്ടെന്നാണ് US ആസ്ഥാന ന്യൂസ് ഏജൻസിയുടെ കണക്ക്. എന്നാൽ 200-ന് മുകളിൽ മരണസംഖ്യ എത്തിയെന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇറാനെതിരായ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ട്രംപുമായി സംസാരിച്ചെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും തിരിച്ചടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നത്. ഇസ്രയേലും മേഖലയിലെ US സൈനിക ആസ്ഥാനങ്ങളുമാകും ലക്ഷ്യമിടുകയെന്നും സ്പീക്കർ മുഹമ്മദ് ബഖൂർ ഖാലിബാഖ് പാർലമെന്റിൽ പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അതേസമയം രാജ്യത്ത് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്കു നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. എന്നാൽ പ്രതിഷേധം ആളിക്കത്തുന്നതിന് പിന്നിൽ US ആണെന്നാണ് ഇറാന്റെ നിലപാട്. ഇതുവരെ 2200-ൽ അധികം ജനങ്ങളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്നാണ് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന അറിയിച്ചിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ സ്വാതന്ത്ര്യത്തിന് അടുത്തു നിൽക്കുകയാണെന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ട്രംപിനോട് കളിക്കാൻ നിൽക്കരുതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി.
ഇറാനിൽ US-ന്റെ സൈനിക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ഇസ്രയേലും അതീവ ജാഗ്രതയിലാണ്. US ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയേക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ ഇറാനിലെ സംഭവങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക അറിയിച്ചു. അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സിറിയയിലെ IS ഭീകരതാവളങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി US. നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം IS ഭീകരർ സിറിയയിലെ പാമിറയിൽ 2 US സൈനികരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ആരംഭിച്ച ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ആക്രമണം. സിറിയയിൽ ഏകദേശം 1000 US സൈനികരാണ് നിലവിലുള്ളത്. IS-നെതിരായ US നേതൃത്വത്തിലുള്ള സഖ്യവുമായി സിറിയ സഹകരിക്കുന്നുണ്ട്.